നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്ന് പ്രസ്താവന നടത്തിയ തവനൂർ എം.എൽ.എ. കെ.ടി. ജലീലിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. മലപ്പുറം എസ്.പിക്ക് യൂത്ത് ലീഗാണ് പരാതി നൽകിയത്. യൂത്ത് ലീഗ് നേതാവ് യു.എ. റസാഖാണ് പരാതി നൽകിയത്. ജലീലിന്റെ പ്രസ്താവന ഒരു സമുദായത്തെയും നാടിനെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും മതസ്പർദ്ധയുണ്ടാക്കി കലാപമുണ്ടാക്കലാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും പരാതിയിൽ പറയുന്നു. സ്വർണ്ണക്കടത്തിലെ പ്രതികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളെന്നും ഹജ്ജിന് പോയ മതപണ്ഡിതർ തിരികെ വരുമ്പോൾ സ്വർണം കടത്തിയെന്നുമാണ് കെ.ടി. ജലീൽ പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് ഹവാല കേസുകളിലെ പ്രതികൾ മുസ്ലിം സമുദായക്കാരാണെന്നും പാണക്കാട് തങ്ങൾ മതവിശ്വാസികളെ ഉപദേശിക്കണമെന്നുമായിരുന്നു ജലീലിന്റെ പ്രസ്താവന. ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രസ്താവന വിവാദമായതോടെ വിശദീകരിക്കുമ്പോഴാണ് ജലീൽ കുറെ കൂടി കടന്ന് മതപണ്ഡിതരെ കൂടി ആരോപണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത്. തെറ്റു ചെയ്യുന്നത് ഏതു സമുദായക്കാരായാലും അതിനെതിരെ ശക്തമായ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണെന്നും കെ.ടി. ജലീൽ വിശദീകരിച്ചു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ കെ.ടി. ജലീൽ എം.എൽ.എക്കെതിരെ SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്തു വന്നിരുന്നു. ജലീലിന്റെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് നാസർ ഫൈസി പറഞ്ഞു. മതപണ്ഡിതന്മാരെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ് ജലീൽ പിണറായിയുടെ ഉപകരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളക്കടത്തിന് മതവൽക്കരണം കൊണ്ടുവരാനാണ് ജലീൽ ശ്രമിക്കുന്നത്. അതിനെ മതപരമായി വീക്ഷണത്തിൽ കൊണ്ടുവരരുത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ആരായാലും പൊതുസമൂഹം നേരിടുകയും പരമാവധി ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം. മുസ്ലിം പണ്ഡിതന്മാരെയും ഖാളിമാരെയും പാണക്കാട് തങ്ങൾമാരെയും കുറിച്ചുള്ള ജലീലിന്റെ പ്രസ്താവനകൾ ദുരുദ്ദേശപരമാണ്. കെ.ടി. ജലീൽ നേരത്തെയും സംസ്ഥാന നേതാക്കന്മാരെയും ആലിക്കുട്ടി മുസ്ലിയാരെയും അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത മറ്റു വിഭാഗത്തിന്റെ സിമ്പതി നേടലാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും ആരോപിച്ചു. ജലീൽ പിണറായി വിജയന്റെ ഉപകരണമായി പ്രവർത്തിക്കുകയാണെന്നും നാസർ ഫൈസി പറഞ്ഞു. ജലീൽ എം.എൽ.എക്കെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി P.K. ഫിറോസും രംഗത്തെത്തിയിരുന്നു. ജലീലിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന വിദ്വേഷമുണ്ടാക്കുന്നതെന്നാണ് P.K. ഫിറോസ് കുറ്റപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ കൈ പൊള്ളിയപ്പോൾ PR ഏജൻസി ഏൽപ്പിച്ച ദൗത്യമാണ് ജലീൽ ഇപ്പോൾ ചെയ്യുന്നതെന്നും ഫിറോസ് കുറ്റപ്പെടുത്തി. ജലീൽ ഏറ്റെടുത്ത് BJPയുടെ പ്രചാരണമാണെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. സമുദായത്തിലെ ആരെങ്കിലും ചെയ്യുന്ന കുറ്റത്തിന് എല്ലാവരും ഇങ്ങനെ ഉത്തരവാദിയാകുമെന്നും ഫിറോസ് ചോദിച്ചു. മലപ്പുറത്തെ ഒറ്റുകൊടുത്തത് ജലീലാണെന്നും പ്രസ്താവന പിൻവലിച്ച് നാടിനോട് മാപ്പ് പറയണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് M.K. മുനീർ MLA ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V.K. സനോജിന്റെ ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തി. തനിക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമില്ല എന്നും പാവപ്പെട്ടവരെ സഹായിക്കുന്ന പദ്ധതിയാണെന്നും അതിനെ തുരങ്കം വയ്ക്കാൻ അനുവദിക്കില്ലെന്നും മുനീർ പറഞ്ഞു. M.K. മുനീർ MLA ചെയർമാനായ അമാന എംപ്രൈസ് പദ്ധതിയുടെ ഭരണസമിതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ അബുലൈസ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. ഇതിന്മേലായിരുന്നു പ്രതികരണം. അബുലൈസിനെ അറിയാമെന്നും പദ്ധതിയിലെ ഗവേണിംഗ് ബോർഡ് അംഗം കൂടിയായ അബുലൈസിനെതിരെ നിലവിൽ കേസുകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അബുലൈസിനെതിരെ കേസുള്ള സമയത്ത് ബന്ധമുണ്ടായിരുന്നത് CPM MLA-മാർക്കാണ്. കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് താനുമായി ബന്ധപ്പെട്ടതെന്നും മുനീർ പ്രതികരിച്ചു. CPIM നേതാക്കൾ അമാന ഗ്രൂപ്പുമായി ഫണ്ട് ചോദിക്കുന്ന ശബ്ദ സന്ദേശവും M.K. മുനീർ പുറത്തുവിട്ടിരുന്നു. അബുവിന് കേസുകളില്ലെന്ന പോലീസ് രേഖയും മുനീർ നിരത്തി. ആരോപണത്തിന് പിന്നിൽ പ്രതികാരമാണെന്ന് മുനീർ ആരോപിച്ചു. RSS ബന്ധത്തിൽ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.